ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ വിങ്ങറായ സാവിഞ്ഞോ ടോട്ടൻഹാമിലേക്ക് പോയിരുന്നു. പകരം ആ സ്ഥാനത്തേക്ക് മറ്റൊരു ബ്രസീലിയൻ യുവ പ്രതിഭയെ കൊണ്ടുവരാനാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇതുവരെ ശ്രമിച്ചത്. പാൽമറാസിന് വേണ്ടി കളിക്കുന്ന അലൻ എന്ന താരത്തിന് വേണ്ടി സിറ്റി ശ്രമിച്ചു. അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതായത് 35 മില്യൺ യൂറോയുടെ ഒരു ഓഫർ മാഞ്ചസ്റ്റർ സിറ്റി താരത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. പാൽമിറാസ് അത് സ്വീകരിച്ചിട്ടില്ല, അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 40 മില്യൺ യൂറോ തികച്ചും ഇദ്ദേഹത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഈ ബ്രസീലിയൻ ക്ലബ്ബ് ഇപ്പോൾ ഉള്ളത്. അത് അംഗീകരിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡീൽ ഇപ്പോൾ സ്റ്റക്കായിക്കൊണ്ട് കിടക്കുകയാണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 40 മില്യൺ യൂറോ ലഭിക്കാതെ താരത്തെ കൈവിടില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ വില എന്നാണ് ഇപ്പോൾ പാൽമറാസിൻ്റെ ഒരു അവകാശവാദം. അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ബ്രസീലിയൻ താരത്തെ ലഭിക്കണമെങ്കിൽ 40 മില്യൺ യൂറോ ചിലവഴിക്കേണ്ടി വരും. അത് ചിലവഴിക്കാൻ അവർ ഇനി തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അതാണ് അലൻ്റെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ്. ഇനി ഗബ്രിയേൽ മാർട്ടിനെല്ലിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇന്നലെയും ഇന്നുമായി കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാൽ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ ബ്രസീലിയൻ താരം സൗദിയിലേക്ക് പോവാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ ആഴ്സണലുമായി അവരിപ്പോൾ കോണ്ടാക്റ്റ് നടത്തി എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ എത്ര തുക ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അൽ ഹിലാൽ ആഴ്സണലിനോട് ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഗണ്ണേഴ്സ് ആവശ്യപ്പെടുന്ന തുക നൽകാൻ അൽ ഹിലാൽ തയ്യാറാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പെഡ്രോ നെറ്റോയെ പോലെയുള്ള താരങ്ങളെ അൽ ഹിലാൽ പരിഗണിച്ചിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലി വന്നത്. അതുകൊണ്ട് തന്നെ ഈ താരത്തിനാണ് അൽ ഹിലാൽ ഇപ്പോൾ പ്രയോറിറ്റി നൽകുന്നത്. ഈ ബ്രസീലിയൻ താരവും സൗദിയിലേക്ക് പോവാൻ ഒരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.